നിസ്കാരമായാലും നോമ്പായാലും ഏത് ഇബാദത്തായാലും പരിശുദ്ധമായത് അല്ലാഹ്ക്ക് കൊടുക്കണം. പലർക്കും വേദനയോട് പറയാറുണ്ട്, കൈകെട്ടിയാൽ ദുനിയാവിൻ്റെ ചിന്തകൾ കടന്നു വരികയാ. നമ്മുടെ മുന്നിൽ മാതൃകയായി ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആരാണ് ഉർവത്ത് ബിൻ സുബൈർ എന്നറിയോ? ക്യാൻസർ രോഗം ബാധിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂപ്പരാണ്. പേരൊരു പക്ഷേ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ സാന്ദർഭികമായിട്ട് ഓർത്തപ്പോൾ പറയാ. ഏതായാലും താബീങ്ങളിൽ പ്രമുഖനാണ്. അദ്ദേഹത്തിന് കാലിൽ ക്യാൻസർ രോഗം പിടിപെട്ടു. ക്യാൻസർ പിടിപെട്ടതിന് അറബിയിൽ പറയുന്നത് ആക്കിലത്ത് എന്നാണ്. ആ രോഗത്തിൻ്റെ പേര് ആക്കിലത്ത്. കാർന്ന് തിന്നുന്നതെന്നാണ്. ക്യാൻസർ രോഗത്തിന് അറബിയിൽ പറയുന്ന വാക്കാണ് ആക്കിലത്ത്. ആ രോഗം പിടിപെട്ട് കാല് മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാര് പറഞ്ഞു. ആ സമയം അദ്ദേഹം പറഞ്ഞു, മുറിക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണം ഇതെന്റെ അവയവമല്ല, ഇതിന്റെ മിൽക്കിയത്ത് പടച്ചവനാണ്, ഇതിന്റെ ഉത്തരവാദി അല്ലാഹുവാണ്, ഇതിന്റെ മാലിക് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ അവയവം അമാനത്താണ് എനിക്ക് തന്നത്, അതുകൊണ്ട് ഞാൻ മുറിക്കില്ല. രോഗം മൂർച്ഛിച്ച് നിങ്ങളെ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറയുന്നു, ഞാൻ മരിച്ചു പോയാൽ എനിക്ക് പിന്നെ തസ്ബീഹ് ചൊല്ലാൻ കഴിയില്ലല്ലോ, എനിക്ക് പിന്നെ ദിക്ർ ചൊല്ലാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ചികിത്സ വേണം, അതിന് കാല് മുറിക്കാൻ ഞാൻ അനുവദിക്കാം. ആ സമയം വിശഗ്ഗരന്മാര് പറഞ്ഞു, ഇന്നത്തെ പോലെ അനസ്തേഷ്യോളജി ഇല്ല, ഇന്നത്തെ പോലെ അനസ്തേഷ്യ ഇല്ല, ഇന്നത്തെ പോലെ മയക്കാൻ പറ്റില്ല. അന്ന് എങ്ങനാണ് ചികിത്സാ രീതി എന്നറിയോ? കിതാബുകളിൽ താരീഖുകളിൽ കാണാ. മഹാനായ ആ മനുഷ്യനോട്, താബീങ്ങളിൽ പ്രമുഖനോട് പറഞ്ഞു, നിങ്ങളുടെ കാല് പച്ചയ്ക്ക് മുറിക്കാൻ പറ്റില്ല, മുറിക്കണമെങ്കിൽ ഞങ്ങളുടെ ചികിത്സാ രീതി നിങ്ങൾ മദ്യപിച്ച് നിങ്ങൾക്ക് ബോധം കെടുമ്പോ ഞങ്ങൾ കാല് മുറിക്കൂ. സുബ്ഹാനല്ലോ, മഹാനവറുകൾ പൊട്ടിത്തെറിക്കുകയാ. എന്റെ റസൂല് നിരോധിച്ച മദ്യം സേവിച്ചുകൊണ്ട് എന്റെ കാല് നിങ്ങൾ മുറിക്കണ്ടടോ, എനിക്ക് ചികിത്സ വേണ്ട, മരിച്ചോട്ടെ, ഞാൻ അതിന് സമ്മതമാണ്. അവസാനം ആരൊക്കെയോ ഇടപെട്ട് കാല് മുറിക്കണം. പക്ഷേ കാല് മുറിക്കണമെങ്കിൽ പച്ച ശരീരം മുറിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്നാൽ നിങ്ങൾ മദ്യപിക്കണം, മദ്യപിച്ചിട്ട് മതം വരുമ്പോ ലക്ക് കെട്ട് നിങ്ങളെ ബോധം പെട്ട് മോഹാലസ്യപ്പെടുമ്പോ നിങ്ങളുടെ കാല് ഞങ്ങൾ മുറിച്ചു മാറ്റിക്കോളാം. ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് കാല് മുറിക്കണം, ഞാൻ അറിയരുത്, ഇപ്പറയല്ലേ നിങ്ങൾക്കുള്ളൂ, അതേ അപ്പറേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ പറയുന്നതൊന്നും നടക്കില്ല. ഇല്ല, നിങ്ങൾക്ക് എൻ്റെ കാല് മുറിക്കാ, വേദന ഞാൻ അറിയില്ല, അതിന് എൻ്റെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, എൻ്റെ അല്ലാഹ്ക്ക് വേണ്ടി ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാം. കൈകെട്ടുമ്പോ ഈ ലോകവുമായിട്ട് പിന്നെ എനിക്ക് ബന്ധമില്ല. എന്റെ കണക്ഷൻ മുഴുവൻ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവാധിനാഥനെ, സർവഗുണ സമ്പൂർണനെ, സർവജ്ഞനെ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ടാ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുറിച്ചോളൂ എന്ന് പറഞ്ഞ് കയ്യങ്ങ് കെട്ടി. അല്ലാ സലാം വീട്ടിയിട്ട് നോക്കുമ്പോ കാല് മുറിച്ചു മാറ്റിയിരിക്കുകയാ. ഇത് സിനിമയുടെ തിരക്കഥയല്ല, ഇത് നാടകത്തിന്റെ ഇതിവൃത്തമല്ല, ഇത് സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല, ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട അനുയായികളായി, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സൂഫിയാക്കളായി ജീവിച്ചു പോയ ആബിദീങ്ങളും ആരിഫീങ്ങളും ഔലിയാക്കളുമായ അല്ലാഹുവിന്റെ ദീനിന്റെ മുന്നേ നടന്നു പോയ പ്രിയപ്പെട്ട ത്യാഗിവര്യന്മാര്, അല്ലാഹുവിന്റെ ദീനിന്റെ ധീരകേസരികൾ, അവരുടെ താരീഖുകളിലെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. സഹോദരാ, ചിന്തിച്ചു നോക്ക്. ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് എപ്പോഴും ഓർമ്മ വരുന്നത് അവൻ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യമാണ്. വെള്ളൂർക്കുളം പള്ളിയുടെ മുന്നിലെത്തി. അപ്പോഴാണ് തന്നെ അടിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ വന്നു. ആ ആളുകൾ ഇങ്ങനെ അടിക്കാൻ വേണ്ടി വടിയും തടിയുമായി നിൽക്കുന്നു. അയാൾ ഇതൊന്നും അറിയുന്നില്ല. അയാൾ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി റുക്കൂയിൽ കിടന്നപ്പോൾ അടി അങ്ങ് വീണു. അപ്പോഴേ അയാൾ അറിയുള്ളൂ. നേരെ മറിച്ച് കയറി വരുമ്പോൾ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളെ കണ്ടു. എന്താടാ, നിന്നെ അടിക്കാൻ വന്നതാ, നിങ്ങൾ അടിച്ചാൽ എനിക്ക് വേദനിക്കൂലേ? എന്നിട്ട് പറയാ, ഞാൻ കൈകെട്ടുമ്പോൾ നിങ്ങൾ അടിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കൈ കെട്ടി റുക്കോയിലോ സുജൂദിലോ വെച്ച് നമ്മൾ അറിയാതെ അവരടിച്ചാൽ അടിച്ചു.
പക്ഷേ ഞാൻ കൈകെട്ടിക്കൊള്ളാം, സലാം വീട്ടുന്നതിന് മുമ്പ് നിങ്ങൾ അടിച്ചോ എന്ന് നമ്മൾ പറഞ്ഞിട്ട് കൈകെട്ടിയാൽ സലാം വീട്ടുന്നതുവരെയും ചിന്ത ഈ അടിയിലായിരിക്കും. റുക്കുവിലാണോ കിട്ടുന്നത്, സുജൂദിലാണോ കിട്ടുന്നത്, അടുത്ത റക്കഅത്തിലാണോ, ഒന്നാമത്തെ റക്കഅത്തിലാണോ, മൂന്നാമത്തെ റക്ക, ഈ ചിന്തയായിരിക്കൂലേ നമുക്കുണ്ടാവുക. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ഇദ്ദേഹത്തിൻ്റെ കാലിൽ രോഗം വന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇദ്ദേഹം നിസ്കരിക്കട്ടെ, നിസ്കാരത്തിൽ കയറി ഇയാൾക്ക് പിന്നെ ബോധം ഉണ്ടാവൂല, അപ്പോഴും കാല് മുറിക്കാം എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ. അങ്ങനെയല്ല. പക്ഷെ അദ്ദേഹം പറയാണ് ഞാൻ കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുനിയാവുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, കാല് മുറിച്ചോ. അതാണ് നിസ്കാരം. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, പറയുന്ന എനിക്കും പറയിപ്പിച്ച സംഘാടകർക്കും കേൾക്കുന്ന നിങ്ങൾക്കും തോന്നും എന്തേ നമുക്കിത് കിട്ടാത്തത്. കൈ കെട്ടുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹ് അല്ലാത്ത എല്ലാത്തിനെയും കൈ കൊണ്ട് തട്ടിക്കളയാണ്. എന്നിട്ട് അള്ളാഹുവിനെ മാത്രം നമ്മൾ ചിന്ത, അള്ളാഹുവിനെ മാത്രം. ഇത് നേരെ ഉൾട്ട. കൈ കെട്ടുമ്പോൾ അള്ളാഹുവിനെ തട്ടി അങ്ങ് തെറിപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പിടിച്ച് നെഞ്ചത്ത് കയറ്റുകയാണ്. കാരണം കൈ കെട്ടുമ്പോഴാണ് പാലിൻ്റെ കണക്ക് താത്താക്ക് വരുന്നത് ഓർമ്മ, ഗ്യാസ് എന്നെടുത്തതെന്ന് ഓർമ്മ വരുന്നത്, ഫീസ്, ഇതെല്ലാം ഓർമ്മ വരുന്നത് നിസ്കരിക്കുമ്പോഴാണ്. നിങ്ങൾ നോക്ക്, നിസ്കാരത്തിൽ നമ്മുടെ ആ ഒരു അവസ്ഥ തന്നെയല്ലേ, നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ ഇതാണ്. പക്ഷേ സഹാബാക്കൾ, താബിഈങ്ങൾ, അവർ കൈകെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു കാര്യവും, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖിൽ കാണാം, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് പൊളിഞ്ഞങ്ങ് വീണു. അവിടെ നടന്ന ബഹളമൊന്നും അലി തങ്ങൾ അറിഞ്ഞില്ല. മൂപ്പര നിസ്കാരത്തിലാണ്, ലയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരം അല്ലാഹ്ക്കു മതി. അല്ലാതെ അടുത്ത് നിൽക്കുന്നവൻ്റെ പാൻറ്റിൻ്റെ വള്ളി, മുമ്പ് നിൽക്കുന്നവൻ്റെ ഷർട്ടിൻ്റെ കളം, ഇമാമിൻ്റെ വാലിൻ്റെ നീട്ടം, ജുബ്ബയുടെ ഇറക്കം, കമീസിൻ്റെ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന നിസ്കാരം അല്ലാഹ്ക്ക് എന്തിനാണ്? ഈ മുടന്തും വൈകല്യവും ന്യൂനതയുമുള്ള നിസ്കാരമൊന്നും അല്ലാഹ്ക്ക് വേണ്ട. പിന്നെ കടമ നിർവഹിക്കുന്നതിനപ്പുറത്ത്, കടമ വേറെ, ഡ്യൂട്ടി വേറെ, റെസ്പോൺസിബിലിറ്റി വേറെ. ഇത് രണ്ടും രണ്ടാണ്. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലാൾ നടന്നു പോകുമ്പോൾ ഒരാൾ കുഴി കുത്തുന്നു, വേറൊരാൾ ആ കുഴി മൂടുന്നു. ഈ കുഴി കുത്തിയ അപ്പുറത്ത് നിന്ന് അടുത്ത കുഴി എടുക്കുന്നു, പുറകെ പോയി മറ്റും കുഴി മൂടുന്നു. അപ്പം ഈ കണ്ടോണ്ട് വന്നോ ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഒന്നുകിൽ കുഴിക്കാതിരിക്കുക, ഇല്ലെങ്കിൽ എടുത്ത കുഴി മൂടാതിരിക്കുക. ഒരാൾ കുഴിക്കുന്നു, മറ്റോ മൂടുന്നു. അപ്പോൾ അവർ പറഞ്ഞെന്തെന്നറിയോ, ഞങ്ങൾ 3 പേരാണ് ഡ്യൂട്ടിക്കുള്ളത്. എൻ്റെ ഡ്യൂട്ടി, ഞാൻ ഒന്നാമനാണ്, എൻ്റെ ഡ്യൂട്ടി കുഴി കുത്തൽ. രണ്ടാമനുണ്ട്, അവൻ്റെ ഡ്യൂട്ടി ചെടി നടൽ. മൂന്നാമൻ്റെ ഡ്യൂട്ടി മണ്ണിട്ട് മൂടൽ. ഇന്ന് രണ്ടാമൻ വന്നില്ല, രണ്ടാമത്തവൻ ഇന്ന് വന്നില്ല. അപ്പോൾ അവൻ്റെ ഡ്യൂട്ടി തൈ വെക്കലായിരുന്നു. അവൻ വന്നില്ല എന്ന് കരുതി നമുക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ കുഴി കുത്തുന്നു, ഈ മൂന്നാമൻ കുഴി മൂടുന്നു. രണ്ടാമൻ വരാതിരിക്കുക ചെയ്യട്ടെ. ഇത് ഡ്യൂട്ടിയാണ്. പള്ളിയിൽ ബാങ്ക് കേട്ടു, പള്ളിയിൽ പോകുന്ന ഡ്യൂട്ടിയാണ്. പള്ളിയുടെ മുറ്റത്തിരിക്കുമ്പോൾ ഇവിടെ നിന്ന് മാറിയ അടുത്ത തെരഞ്ഞെടുപ്പിന് പിന്നെ നമ്മളെ കയറ്റൂല, അല്ലെങ്കിൽ അടുത്ത ഒളിഹിയക്ക് ഇറച്ചി കിട്ടൂല, അല്ലെങ്കിൽ അടുത്ത റമളാനിൽ കിറ്റ് കിട്ടൂല. അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? മോളുടെ കല്യാണമൊക്കെ വരികയല്ലേ, പള്ളി കയറാത്തവൻ്റെ മോളെന്നും പറഞ്ഞ് മോളെ കല്യാണം മുടങ്ങിയാലോ, അതുകൊണ്ട് പള്ളി കയറുന്നു. അതിൻ്റെ പേര് ഡ്യൂട്ടിയാണ്. അത് അല്ലാഹ്ക്ക് വേണ്ട. റെസ്പോൺസിബിലിറ്റി, നമുക്ക് അതിന് ഒരു ഉത്തരവാദിത്വം എന്നതിൻ്റെ അപ്പുറത്ത് അതിനോടൊരു കമ്മിറ്റ്മെൻ്റ്, ഒരു ആത്മാർത്ഥത നമുക്കുണ്ടാകണം. ഇത് എൻ്റെ ബാധ്യതയാണ്. അതിന് ഒറ്റ വഴി പറയാം, ഒറ്റ വഴി. ആ നിസ്കാരം ഇന്നത്തെ നാളത്തെ സുബഹി മുതൽ നിങ്ങൾ നിസ്കരിക്കുമെങ്കിൽ നമ്മുടെ ലെവലങ്ങ് മാറും. നമ്മുടെ നിസ്കാരം ഏറ്റവും ഉന്നതമായ നിസ്കാരങ്ങളിൽ പെടും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ദാ ഇതുപോലെ നിസ്കരിക്കുക. എന്നോടും നിങ്ങളോടും പറയാം, സുബഹി മുതൽ ഇനി പറയുന്ന കോലത്തിൽ നിസ്കരിക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ്? ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദെ നിങ്ങൾ എങ്ങനെയാ നിസ്കരിക്കുന്നത്? കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ, എങ്ങനെ ഈ നിസ്കാരം നിങ്ങൾക്ക്? ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന് വേറെ പണിയൊന്നും വേണ്ട, ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്. നമസ്കാരത്തിൻ്റെ സമയമെത്തുമ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം സഹോദരങ്ങളെ. നമസ്കാരത്തിൻ്റെ സമയമെത്തുമ്പോൾ ഞാൻ മുസല്ലയിലേക്ക് ചെല്ലും, നിസ്കാര സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുന്നു. എന്നിട്ടോ പോകുന്നത് അച്ചടക്കത്തോടെയാ. ഇവിടെ വെള്ളൂർ പള്ളിയിൽ, വെള്ളൂർ കോണം പള്ളിയിൽ ഷഫീഖ് ഉസ്താദ് കൈകെട്ടി, അല്ലെങ്കിൽ ഷമ്മാസ് ഉസ്താദ്, ഇസ്ഹാഖ് ഉസ്താദ് കൈകെട്ടി. ഈ വിവരം അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബാത്റൂമിൽ നിന്നിറങ്ങി ഓടുകയാ. ഓടി വന്ന്
ഒതുവെടുത്തു, കാല് നനവല്ലേ, ഈ ഇന്റർലോക്കിൽ ഈ തൈല് വീണിട്ട് നടുപൊട്ടി, പിന്നെ നിനക്ക് 10 കൊല്ലം നിക്കരിക്കാൻ പറ്റൂല. എന്തിനോടണം? നീ പോകേണ്ടത് സക്കീനത്തോടു കൂടിയാണ്. ഫുഖഹാക്കൾ പ്രത്യേകം പറഞ്ഞു, നമസ്കരിക്കുന്നവൻ ഉദ്ദേശിക്കുന്നവൻ മുസല്ലയിൽ വരേണ്ടത് ബിസ്സക്കീനത്തി വൽ വഖാരി, നല്ല അച്ചടക്കത്തോടെ സാവകാശം വരണം. അപ്പൊ റക്അത്ത് പോവൂലേ? പോയാലിപ്പോ എന്താ പ്രശ്നം? എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നീ ഇമാമിനെ കിട്ടുന്നത് തുടരുക, ബാക്കി വീണ്ടെടുക്കുക. തീർന്നു. നീ ചെന്ന് അച്ചടക്കത്തോടെ പോണം. ചില ആളുകളൊക്കെ നിസ്കാരത്തിന് അതുവരെ കറങ്ങി തിരിഞ്ഞ് നടക്കും. ഇക്കാമത്ത് കൊടുത്താലും സംസാരിച്ചുകൊണ്ട് നിൽക്കും. ഇനി 4 റക്അത്തുണ്ടല്ലോ, എന്തായാലും ഇമാം ഇച്ചിരി വസ്വാസുള്ള ആളാ, 8 മിനിറ്റ് എടുക്കും, എന്തായാലും ഒരു 6 മിനിറ്റ് കഴിയുമ്പോൾ പോകാം, അവസാനത്തെ റക്അത്തിട്ട് പിടിക്കാം എന്നും പറഞ്ഞ് അവിടെ നിന്നിട്ട് ഓടി വരുമ്പോഴേ ഇമാമ് മാറിയ കാര്യം ഇദ്ദേഹം അറിഞ്ഞില്ല. അല്ലെങ്കിൽ വേറെ ഉസ്താദാണ് ഇപ്പം ഇമാമത്തിരിക്കുന്നത്, മൂപ്പര് സാധാരണ 4 മിനിറ്റ് കൊണ്ട് നിൽക്കരിക്കുന്ന ആളാ. അങ്ങനെ വന്നപ്പോൾ കിട്ടൂലെന്ന് പേടിച്ചിട്ട് മൂത്രമൊഴിച്ച് ഒലുവെടുത്തിട്ട് ഓടി വന്ന് പള്ളിക്കകത്ത് കയറുമ്പോഴേക്കും അവിടെ നിന്ന് ഈ വെള്ളത്തിൻ്റെ നനവ് കൊണ്ട് മറിഞ്ഞ് താഴെ വീണു. എന്തിനിങ്ങനെ നിൽക്കരിക്കണം? നീ മര്യാദയ്ക്ക് അച്ചടക്കത്തോടെ നടന്ന് മുസല്ലയിലേക്ക് ചെല്ലുക, കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ഇമാമിനെ തുടരുക, ബാക്കി വീണ്ടെടുക്കുക. ഇതാണ് ഇസ്ലാമിൻ്റെ മാർഗം. ആത്തമുള്ള സമ്മതങ്ങൾ പറഞ്ഞു, ഞാൻ സമാധാനത്തോടെ ഭയഭക്തിയോടെ ഞാൻ അച്ചടക്കത്തോടെ മുസല്ലയിലേക്ക് വന്നാൽ ഞാൻ ആദ്യം നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോ അജ്അലുൽ കഅബത ബൈന ഹാജിബി, എൻ്റെ തൊട്ട് മുമ്പിൽ ഇമാമല്ല, എൻ്റെ തൊട്ട് മുമ്പിൽ പള്ളിയുടെ പ്രസിഡന്റ് അല്ല, എൻ്റെ തൊട്ട് മുമ്പിൽ വെള്ളൂർക്കോണം പള്ളിയെ താങ്ങി നിർത്തുന്ന തൂണല്ല, എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അജ്അലുൽ കഅബത ബൈന ഹാജിബി, കരിമ്പടം പുതച്ച കറുത്ത സുന്ദരിയായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കിസ്വകൾ കൊണ്ട് പൊതിയപ്പെട്ട പരിശുദ്ധമായ കഅബത്തു ശരീഫയാണ് എൻ്റെ മുന്നിലെന്ന് ഞാൻ അങ്ങ് സങ്കല്പിക്കുന്നു. എൻ്റെ വലതുഭാഗത്ത് സ്വർഗമാണ്, എൻ്റെ ഇടതുഭാഗത്ത് നരകമാണ്. എൻ്റെ പിന്നിൽ നിൽക്കുന്നത് അസ്റായീലാണ്. ഞാൻ ചവിട്ടി നിൽക്കുന്നത് മുസല്ലയിലല്ല, മേറ്റിലല്ല, മുസല്ലയിലല്ല, ഞാൻ ചവിട്ടി നിൽക്കുന്നത് സിറാത്തു പാലത്തിലാണ്. ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്. ഈ നാളത്തെ സുബഹിക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ മുന്നിൽ കഅബ, വലത്തോ സ്വർഗം, ഇടത്തോ നരകം, പിന്നിലോ അസ്റായീൽ, നിൽക്കുന്നതോ സിറാത്ത് പാലത്തില്. ഈ നിസ്കാരം അവസാനത്തെ നിസ്കാരമാണ്. ഈ നിസ്കാരം കഴിഞ്ഞാൽ എൻ്റെ റൂഹ് പിടിക്കും. ഈ സലാം ഇട്ടുമ്പോ ഈ അസ്റായീൽ റൂഹ് എടുക്കും. അടുത്ത ളുഹർ നിസ്കാരത്തിന് മുമ്പ് എൻ്റെ പള്ളിയിൽ മയ്യപ്പായി ഞാൻ പോകണമെന്ന ചിന്തയോടെ കൈകെട്ടി നോക്ക്. നമ്മുടെ നിസ്കാരത്തിന്റെ ലെവല് മാറും, നമ്മുടെ നിസ്കാരത്തിന്റെ മാറ്റുകൂടും. പ്രസംഗിക്കുന്നവൻ എന്താ പ്രസംഗിക്കേണ്ടത്? ഈ വെള്ളൂർക്കൊണത്തെ എൻ്റെ ഇന്നത്തെ പ്രസംഗം അവസാനത്തെ പ്രസംഗമാണ്, ഇനി എനിക്ക് വഅള് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഈ പ്രസംഗം ആത്മാർത്ഥമാവും. പടച്ചോനെ, ഇനി നിന്റെ ദീനിനെ പറ്റി പറയാൻ എനിക്ക് കഴിയില്ല, ഇതെൻ്റെ അവസാനത്തെ പ്രസംഗമാണ്. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുമെന്ന് ചിന്തിക്കണം. അള്ളാഹുവേ, ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണം അത് പുണ്യമാണ്. അതുകൊണ്ട് പടച്ചവനെ, ഞാൻ ഈ ചെലവിന് കൊടുക്കുന്ന, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ചെലവിന് കൊടുക്കുന്നത് ഇബാദത്താണ്, ഇതെൻ്റെ അവസാനത്തെ ആഹാരം കൊടുപ്പാൻ എന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. ഭർത്താവിന് സേവനം ചെയ്യുന്ന ഭാര്യ, എൻ്റെ ഭർത്താവിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന അവസാനത്തെ ഭക്ഷണമാണ് എന്ന് ചിന്തിച്ച് നോക്ക്. എങ്കിൽ അതിൽ ഇഖ്ലാസ് ഉണ്ടാവും. നിസ്കാരത്തിന് കൈകെട്ടുമ്പോൾ അള്ളാഹുവേ, ഇതെൻ്റെ ഒടുക്കത്തെ നിസ്കാരമാണ് എന്ന് ചിന്തിച്ച് നോക്ക്. ആ നിസ്കാരത്തിൽ മാറ്റുകൂടും. അങ്ങനെ ചെയ്താൽ അതിന് മാറ്റുണ്ട്, അത് അഹ്സനാകും, ഏറ്റവും നല്ലതാകും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. ഇങ്ങോട്ട് തരുന്നതെല്ലാം ഏറ്റവും നല്ലത്, തിരിച്ചു കൊടുക്കുന്നതും നല്ലതാവരുത്, ഏറ്റവും നല്ലതാകണം. ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. മനുഷ്യൻ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും അള്ളാഹു താല ചിലപ്പോൾ അങ്ങോട്ട് മാപ്പാക്കും. കാരണം അവൻ സത്താറുൽ ഉയൂബും ഗഫാറുൽ ദുനൂബുമാണ്. അവന് മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്.
പക്ഷെ ഒരിക്കലും മനുഷ്യർ തമ്മിലുള്ള വിഷയങ്ങളിൽ അല്ലാഹുത്താല പൊറുക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി പടച്ച തമ്പുരാന് നമ്മൾ കൃത്യമായി അള്ളാഹുവിൻ്റെ കാര്യത്തിൽ എങ്ങനെ സൂക്ഷിക്കുന്നോ അതിനേക്കാൾ ഒരു പടി മുന്നിൽ ജനങ്ങളുടെ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കണം. ഇല്ലെങ്കിൽ അള്ളാഹു നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി കാണിക്കില്ല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങളെടുത്ത് നോക്ക്. കച്ചവടക്കാരുണ്ടല്ലോ, വെള്ളൂർ കൊണത്ത് കച്ചവടക്കാരുണ്ടെങ്കിൽ ഏത് ബിസിനസ് ആയാലും ശരി, എങ്ങനെയാണ് നമ്മൾ അളവിലും തൂക്കത്തിലും എങ്ങനെയാണ് നമ്മൾ അളവും തൂക്കവും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്? ഖുർആൻ പറഞ്ഞു നല്ലതുപോലെ പോരാ, നല്ലതുപോലെ അളന്നു കൊടുത്താൽ പോരാ. ഒരു മനുഷ്യൻ മരിക്കാൻ നേരം അയാളുടെ പ്രിയപ്പെട്ട ഭാര്യ ഓടി വന്നു പള്ളിയിൽ. ആ പള്ളിയിലേക്ക് വന്നിട്ട് ഉസ്താദിനോട് വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ സക്കറാത്തിലാണ്. പക്ഷേ അടുത്തു ചെന്നിരുന്ന് ഞാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലോ കലിമ ചൊല്ലാൻ എൻ്റെ ഭർത്താവിനോട് പറയുമ്പോ എൻ്റെ ഭർത്താവ് പറയുന്നു, അത് പറയാൻ നേരത്തെ എൻ്റെ നെഞ്ചുവേദനയാ, എനിക്ക് പറയാൻ പറ്റുന്നില്ല, വേറെ എന്ത് വേണോ എനിക്ക് പറയാ, പക്ഷേ കലിമ മാത്രം പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. എൻ്റെ ചങ്ക് വേദനയാ, എൻ്റെ നെഞ്ചുവേദനയാണ്, എൻ്റെ നാവ് വഴങ്ങുന്നില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല ഉസ്താദ്. ഉസ്താദോടെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് ഭർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നോക്കി, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലോ. ആ സമയത്ത് ഉസ്താദേ, എന്നെ കൊണ്ടത് പറയാൻ പറ്റുന്നില്ല, പറയാൻ നാക്ക് പൊന്തിക്കുമോ, എൻ്റെ നെഞ്ച് വേദനയാ, എൻ്റെ നാവ്, എനിക്ക് നാവ് കൊണ്ട് പറയാൻ കഴിയാത്ത വിധം എൻ്റെ നെഞ്ച് വേദനിക്കുകയാ. ഭാര്യയോട് ചോദിച്ചു, ഇയാൾ എന്തായിരുന്നു ഇയാളുടെ വരുമാന മാർഗം? ആ സമയത്ത് ഭാര്യ പറഞ്ഞു, ഇദ്ദേഹം ഒരു കച്ചവടക്കാരനാ. ഭർത്താവിനെ പറ്റി ഉസ്താദ് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുവോ? കൃത്രിമം എന്തെങ്കിലും കാണിക്കുമോ? ഇല്ല, ഒരു കാര്യവും അങ്ങനെ ചെയ്യില്ല. ഹറാമായ ഒന്നും എനിക്ക് തരില്ല. അളവിലും തൂക്കത്തിലും കൃത്യത വരുത്തുന്നവനാണ്. പക്ഷേ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ട്. അയാൾക്കൊരു ചെറിയ ന്യൂനതയുണ്ട്. എന്താ ന്യൂനതയെന്ന് ഉസ്താദ് ചോദിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇമാം റാസി തങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യ പറഞ്ഞു, ഒരാൾക്ക് എന്തെങ്കിലും അളന്ന് തൂക്കിക്കൊടുത്താൽ അതിൻ്റെ തുലാസിൻ്റെ തട്ടിൽ ആ തൂക്കിക്കൊടുത്തതിൻ്റെ പൊടിപടലങ്ങൾ അവശേഷിക്കും. അത് തുടച്ച് വൃത്തിയാക്കാതെ രണ്ടാമത് വരുന്ന ആളിന് അതേ തുലാസിൻ്റെ തട്ടിൽ തൂക്കിക്കൊടുക്കുന്നു. ഇത് ഞാൻ പലപ്പോഴും കണ്ടു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, നിങ്ങളത് തൂത്ത് വൃത്തിയാക്കിയിട്ട് വേണം കൊടുക്കാൻ. അതെൻ്റെ ഭർത്താവ് വളരെ നെവർ മൈൻഡായി കണ്ടു. എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു പ്രവൃത്തിയുടെ തിക്തഫലമാണോ ഇത് അല്ലാഹു കൊടുത്തതെന്നറിയില്ല. ഉസ്താദ് പറഞ്ഞു, അത് തന്നെയാണ്, അത് തന്നെയാണ്. കച്ചവടത്തിൽ കാപട്യം കാണിക്കുന്നവര് അവർക്ക് നാശമാണെന്ന് അള്ളയല്ലേ പറഞ്ഞത്? ഇവിടെ നോക്കൂ നിങ്ങൾ, അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞത്, വഔഫുൽ കൈല ഇദാ കിൽതും വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം ദാലിക ഖൈറുൻ വ അഹ്സനു തഅവീലാ. അല്ലാഹു പറയുകയാണ്, അളവിലും തൂക്കത്തിലും നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം. അത് അഹ്സനു തഅവീല, നല്ല അന്ത്യമാണ്, അഹ്സനായ അന്ത്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലതുപോലെ മരിക്കാൻ കഴിയണമെങ്കിൽ നല്ലതുപോലെ നമ്മൾ, കച്ചവടക്കാർ മോശമല്ല. കച്ചവടക്കാർ കടയ്ക്കകത്തിരുന്ന് നോട്ടുകൾ വാങ്ങി ആ മേശയിലിടുമ്പോൾ, അളന്നു കൊടുത്ത് തിരിച്ച് പൈസ വാങ്ങി മേശയിലിടുമ്പോൾ അല്ലാഹു തആല അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? കച്ചവടത്തിൽ കാപട്യമില്ലാത്ത, അളവിലും തൂക്കത്തിലും കുറവ് വരുത്താത്ത, കൃത്രിമം കാണിക്കാത്ത, വാങ്ങുന്നവനോട് മര്യാദയ്ക്കിടപെടുന്ന ഒരു നല്ല കച്ചവടക്കാരന് അള്ളാന്റെ റസൂല് പറഞ്ഞ ഓഫർ, അത്താജുറു സ്വദൂഖു, നല്ല കച്ചവടക്കാരൻ കൽ മുജാഹിദി ഫീ സബീലില്ലാ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയെ പോലെയാണ്.
ഫലസ്തീൻ മക്കളില്ലേ, അവരിന്ന് ചരൽക്കല്ല് കൊണ്ട് വലിയ വലിയ അത്യന്താധുനിക സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങളുള്ള പ്രഹരശേഷിയുള്ള ബോംബർ വിമാനങ്ങളുടെ മുമ്പിൽ, തോക്കുകളുടെയും ബയനറ്റിൻ്റെയും മുമ്പിൽ ചരൽക്കല്ല് കൊണ്ട് പ്രതിരോധം സൃഷ്ടിച്ച ഫലസ്തീൻ മക്കൾ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പുണ്യം ചെറുതല്ല, ചെറിയ പുണ്യമല്ല. ദീനിനു വേണ്ടിയിട്ട് പടപൊരുതുന്ന ധീര രക്തസാക്ഷികൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ചെറുതല്ല. ആ പ്രതിഫലം രണാങ്കണത്തിൽ വാളെടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടി പോരാടുന്നൊരു പോരാളിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കടയ്ക്കകത്തിരുന്ന് പൈസ വാങ്ങി മേശയ്ക്കകത്തിടുന്ന കച്ചവടക്കാരനും അല്ലാഹു കൊടുക്കും. ഇവൻ ആ കച്ചവടത്തിൽ മാന്യത പുലർത്തിയാലെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ. 2 കൈയിലും തഴമ്പ് ബാധിച്ചൊരു സഹാബി കയ്യിലും മൺവെട്ടിയും കൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടിട്ട് നബിതങ്ങൾ വന്നിട്ട് ചോദിച്ചു, എന്താ കയ്യില്? ഇത് മൺവെട്ടിയാ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൈ പിടിച്ചിട്ട് നിസ്കാരത്തഴമ്പ് നെറ്റിത്തടത്തിലുള്ള സഹാബിയുടെ നെറ്റിയിൽ നബി മുത്തം കൊടുത്ത ചരിത്രമില്ല. നോമ്പ് പിടിച്ച് ഉണങ്ങിയ ചുണ്ടുള്ള സഹാബിയുടെ ചുണ്ടിൽ ചുംബനം കൊടുത്ത ചരിത്രം നബിതങ്ങൾക്കില്ല. പക്ഷേ ഈ മൺകോരിയും മൺവെട്ടിയും എടുത്ത് കയ്യിൽ തഴമ്പ് ബാധിച്ച സഹാബിയുടെ കൈ പിടിച്ചിട്ട് ആ കൈ സഹാബത്തിൻ്റെ മുന്നിൽ ഉയർത്തി കാണിച്ചിട്ട് ഇത് സ്വർഗം വാങ്ങുന്ന കൈയാണെന്ന് പറയുക മാത്രമല്ല, ആ കയ്യിൽ നബിതങ്ങൾ മുത്തം കൊടുത്തു. അധ്വാനിക്കണം, കച്ചവടം ചെയ്യണം, പൈസ ഉണ്ടാക്കണം, അത് ദീനാണ്. പണം ഉണ്ടാക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങളുടെ ഖിയാം, നിലനിൽപ്പാണ് പണം, നിങ്ങളുടെ നിലനിൽപ്പാണ് പണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാ 5-ാമത്തെ ആയത്ത് ഒന്നെടുത്ത് നോക്ക്. എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് വിഡ്ഢികളുടെ കൈവശം കൊടുക്കരുത്, അത് നിങ്ങളുടെ നിലനിൽപ്പാണ് പണം എന്ന് പറയുന്നൊരായത്ത് കാണാം. സൂറത്തു നിസാ 5-ാമത്തെ ആയത്ത് ഒന്ന് പഠിക്ക് പോയിട്ട്. നമ്മുടെ നിലനിൽപ്പ് പണമാണ്. ആ പണം സമ്പാദിക്കാൻ രാവും പകലും കഷ്ടപ്പെടുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരാളെ പറ്റിച്ച് തട്ടിച്ചു വെട്ടിച്ച് സമ്പത്തുണ്ടാക്കലല്ല. അങ്ങനെ ഉണ്ടാക്കുന്നവൻ അള്ളാഹുവിൻ്റെ മുന്നിൽ വട്ടപൂജ്യമാണ്. നിഷ്കളങ്കമായി ആത്മാർത്ഥമായി അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ അഹ്സനു തഅ്വീല, നന്നായിട്ടും മരിക്കാം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ജനങ്ങളോട് കച്ചവടത്തിൽ നമ്മൾ കാണിക്കേണ്ടത് നല്ല ഇടപെടലായിരിക്കണം. അല്പം നമ്മൾ അധികം അങ്ങോട്ട് കൊടുക്കണം. നമ്മൾ കൊടുത്താൽ അള്ളാഹു നമുക്ക് തരും. അവൻ്റെ ഖജനാവ് വിശാലമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അളവിലും തൂക്കത്തിലും കുറവ് വരുത്താൻ പാടില്ല. ഇനിയോ തർക്കത്തിൻ്റെ നാളാണ്, തർക്കത്തിൻ്റെ കാലമാണ്. പറയാതിരിക്കാൻ നിവർത്തിയില്ല. സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല. വേദനയോടെ പലരും പറയുന്നു, ഉസ്താദേ എന്തൊരു പോക്കാണിത്, എന്തോരവസ്ഥയാണ് സമുദായത്തിൻ്റെ അവസ്ഥ. വഖഫ് എന്ന പേരിൽ, മദ്രസകളുടെ പേരിൽ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഈ സമയത്തും ഈ സമുദായത്തിൻ്റെ ചെറുപ്പക്കാര് രഹസ്യമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ പരസ്യമായിട്ട് വാദപ്രതിവാദത്തിലാണ് സോഷ്യൽ മീഡിയയിൽ. ഇത് കണ്ടിട്ട് മറ്റുള്ളവർ ചിരിക്കുകയാണ്. സമുദായത്തിന് ഇതുവരെയും നേരം വെളുത്തില്ലേ എന്ന് ചിന്തിച്ചു പോവുകയാണ് പലരും. അവരെ കുറ്റം പറയാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, തർക്കിക്കാം, വാദപ്രതിവാദങ്ങൾ നടത്താം, സംവാദങ്ങൾ നടത്താം. പക്ഷേ അതിന് അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞൊരു ശൈലിയുണ്ട്. സൂറത്തുൻ നഹ്ൽ, വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സനു. നിങ്ങൾ ഏറ്റവും നന്നായ നിലയിലാ തർക്കിക്കേണ്ടത്. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, നമുക്ക് അല്ലാഹു തആല തന്നതെല്ലാം അഹ്സനാണെങ്കിൽ, അല്ലാഹു നമ്മൾ കൊടുക്കുന്നതും അഹ്സനാണെങ്കിൽ പോരാ, നിങ്ങൾ തമ്മിലും അഹ്സനാകണം. അളവിലും തൂക്കത്തിലും ഏറ്റവും മെച്ചത്തിലാകണം നിങ്ങളുടെ ഇടപെടൽ. ഇവിടെ അല്ലാഹു പറയുന്നു, തർക്കിക്കേണ്ടി വന്ന നിരീശ്വരവാദികളോട് തർക്കിക്കേണ്ടി വന്ന യുക്തിവാദികളോട് തർക്കിക്കേണ്ടി വന്ന അല്ലാഹു പറയുന്നു, തർക്കിച്ചോ, പക്ഷേ വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സനു, ഏറ്റവും നല്ല നിലയിലാ നിങ്ങൾ തർക്കിക്കേണ്ടത്.
ചെയ്തത്? അവിടുന്ന് പോയി അള്ളാഹു വീണ്ടും പറയുന്നു സൂറത്തുൽ ഫുസ്സിലെടുത്തെടുത്താൽ വെള്ളൂർ കൊടത്ത് ഒരു വീട്ടിൽ താമസിക്കുന്ന സഹോദരിയുടെ വീട്ടില് അതൊട്ടടുത്ത അയൽവാസിയായ പെണ്ണ് പിണക്കത്തിലാണെന്നിരിക്കട്ടെ, ഇണങ്ങാനൊരവസരവും ഇതുവരെ വന്നില്ല. ഒന്നുകിൽ അവിടെ ഒരു കല്യാണം നടക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു മരണം നടക്കണം, അല്ലെങ്കിൽ അവരും നമ്മളും തമ്മിൽ ബന്ധപ്പെടേണ്ട എന്തെങ്കിലും ഒരു സബബ് ഉണ്ടാകണം. ഇതുവരെ ഒന്നും ഉണ്ടാകില്ല. അങ്ങനെ വന്നപ്പോൾ അവളുടെ മകളുടെ കല്യാണം വന്നു. ഇപ്പുറത്തെ സഹോദരി ചിന്തിച്ചു, ഇപ്പം നല്ലൊരു അവസരമാണ്, എന്തായാലും കല്യാണം വിളിക്കാതിരിക്കില്ല. പന്തലിടുന്നത് എൻ്റെ വീടിൻ്റെ വടക്കു ഭാഗത്താ, ഈ വീടിൻ്റെ മുറ്റത്താണ് ആളുകൾ തിങ്ങിക്കൂടുന്നത്, എന്നെ വിളിക്കാതിരിക്കില്ലെന്ന് ഉറപ്പുണ്ട്. പക്ഷേ കല്യാണത്തിന് ഇനി നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വിളിച്ചില്ല. ആ സഹോദരിയുടെ മനസ്സിൽ വേദനയായി. കല്യാണത്തിന്റെ തലയ്ക്കും തലേ ദിവസം എത്തി. ആര് വന്ന് കോളിംഗ് ബെല്ലടിച്ചാലും അപ്പുറത്തെ അയൽവാസിയാണെന്ന ചിന്തയിൽ ഓടി വരുമ്പോ അല്ല, കല്യാണത്തിന്റെ തലേന്നെത്തി. അന്നും വിളിച്ചില്ല, കല്യാണത്തിന്റെ അന്നും വിളിച്ചില്ല. ആ ദിവസങ്ങളെ കഴിഞ്ഞു പോയി. മനസ്സിന് വല്ലാത്ത വേദന വന്നു. ഇവൾക്ക് അവളോടുള്ള പകയങ്ങ് കൂടി. അള്ളാന്റെ ഖുർആൻ പറയുന്നു, പെണ്ണേ, അങ്ങനെ വരുമ്പോ നിന്റെ മകളുടെ കല്യാണം വന്നു. എന്താ മനുഷ്യ സഹജമായി നീ ചെയ്യുന്നത്? അവളുടെ മകളുടെ കല്യാണം എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാനും വിളിക്കുന്നില്ല. അതല്ല ചെയ്യേണ്ടത്. അല്ല പറയുന്നു, വലാ തസ്തവിൽ ഹസനതു വലസയ്യിഅ, നന്മയും തിന്മയും സമമല്ല. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ല നിലയിൽ നീ തിരിച്ചു ചെയ്യണം. നീ തിരിച്ചു ചെയ്യേണ്ടത് ഏറ്റവും മെച്ചമായ നിലയിലാകണം. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അല്ലാഹ് പറയുന്നു, അങ്ങനെ നീ തിരിച്ച് നല്ലത് ചെയ്താൽ നീയും അവനും തമ്മിലുള്ള പിണക്കം മാറിയിട്ട് കഅന്നഹു വലിയ്യുൻ ഹമീം, നിങ്ങൾ നല്ല ഇണക്കമുള്ളവരായി മാറും. പെങ്ങളെ, അവളുടെ മകളുടെ കല്യാണം നിന്നെ വിളിച്ചില്ലെന്ന് കരുതി നീ വിളിക്കാതിരിക്കലല്ല വേണ്ടത്. നീ ചെല്ലണം ആ വീട്ടില്. എന്നിട്ട് ആ സഹോദരിയോട് പറയണം, എൻ്റെ മകളുടെ കല്യാണമാണ്, എൻ്റെ മകളുടെ കാനൂട്ടാണ്, നിക്കാഹാണ്, നീ വരണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അവളുടെ മനസ്സിലുണ്ടായിരുന്ന പിണക്കമെല്ലാം മാറുന്നതാണ്. ഇതെന്റെ വാക്കല്ല, അള്ളാന്റെ വിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് പറഞ്ഞ കാര്യമാണ്. ശത്രുത കൂടാതിരിക്കാൻ എന്താ വഴി? നമ്മളോട് കാണിക്കുന്നത് പോലെ നമ്മൾ കാണിക്കരുത്. ലാ തസ്തവിൽ ഹസനത്തു വലസയ്യിഅ, നന്മയും തിന്മയും ഒരുപോലെയല്ല. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ, അവൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നീ ചെയ്യും. നിന്നെപ്പറ്റി പരദൂഷണം പറഞ്ഞ ഒരുത്തൻ, അവനറിയാം നീ ഇതറിഞ്ഞാൽ അവന് ഇടി കിട്ടുമെന്നറിയാം. അങ്ങനെ അവൻ പേടിച്ച് നടക്കുകയായിരുന്നു. അവൻ എപ്പോഴും ഒരു തന്തയ്ക്ക് വിളിയും ഒരു അടിയും ഇടിയൊക്കെ പ്രതീക്ഷിച്ചു. നിന്നെ അത്രയും പറഞ്ഞു ആളുകളുടെ മുമ്പിൽ. ആളുകളെല്ലാം നിന്നോട് ആ വിവരം പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നിനക്ക് അവനെ കിട്ടി. നീ എന്താ ചെയ്യേണ്ടെന്നറിയോ? അവിടെ ഇട്ടിടിക്കരുത്, അവനെ പിടിച്ച് വണ്ടി കയറ്റണം. നേരെ പോണം. എവിടേക്ക്? എവിടെ? ഇപ്പോൾ എല്ലാ സ്ഥലത്തും കുഴിമന്തി കിട്ടും. നല്ലൊരു കടയിൽ പോയിട്ട് മട്ടൻ കുഴിമന്തി വാങ്ങിക്കൊടുക്കണം അവന്. പോട്ടെ, 500 രൂപ കൊടുത്തിട്ട് തിന്നുകൊണ്ടിരിക്കുമ്പം പറയണം, നീ എന്നെപ്പറ്റി അതും ഇതുമൊക്കെ പറഞ്ഞു നടന്നല്ലോ, എൻ്റെ ഇറച്ചി നീ തിന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ തിന്നോ, എനിക്ക് നിനക്ക് വയറ് നിറച്ച് ആഹാരം തരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കൊടുത്തു നോക്ക്. 1, അവൻ്റെ പിണക്കം മാറും. 2, നീ എത്ര അവനെ മർദ്ദിച്ചാലും ഈ വാങ്ങിക്കൊടുത്ത ഭക്ഷണത്തോളം ആകില്ല. ഇത്രയും അവൻ നാണം കെട്ട് നിന്റെ മുന്നിൽ ഇരുന്ന് ഉരുകി ഒലിക്കും അവൻ. എൻ്റെ വാക്കല്ല. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, നിങ്ങളെപ്പറ്റി അതും ഇതുമൊക്കെ പറഞ്ഞ് നടക്കാണ് ഇന്ന ആള്. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പെട്ടെന്ന് എന്താ ചെയ്തതെന്നറിയോ? ഒരു വലിയ കാർട്ടൂൺ എടുത്ത് നല്ല മുന്തിയ ഈത്തപ്പഴം അതിനകത്ത് വെച്ചു, കൂടിയ ഈത്തപ്പഴം. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു കത്ത്, നീ എനിക്ക് കുറേ അമലുകൾ തന്നു എന്നെനിക്കറിയാൻ കഴിഞ്ഞു. എനിക്കാണെങ്കിൽ കിട്ടിയത് തിരിച്ചു കൊടുക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷേ തന്നത് അമലുകളായതുകൊണ്ട് എനിക്ക് തിരിച്ചു തരാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈത്തപ്പഴം സ്വീകരിക്കണം, കുറവുണ്ടെങ്കിൽ പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് കത്തും എഴുതി വെച്ചു.
ഇതാ നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങോട്ട് കാണിക്കുന്നതിൽ അങ്ങോട്ട് ചെയ്യരുത്. അതിന് നമുക്ക് അള്ളാൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മാതൃകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചരിത്രമൊന്നും പറയാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങോട്ട് ചെയ്യുന്നതല്ല അങ്ങോട്ട് ചെയ്യേണ്ടത്. ഇത് ഫഅബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് അങ്ങോട്ട് ചെയ്യണം. നമ്മളെപ്പറ്റി എന്തോ പറഞ്ഞോട്ടെ, അത് അവരുടെ അമല് നമുക്ക് കിട്ടുന്നതിന് കാരണമാണ്. അതുകൊണ്ടല്ലേ ഒരു മഹാൻ പറഞ്ഞത്, ചില ആളുകൾക്ക് JCBയുടെ പല്ലുകൊണ്ട് മാന്തി കൊടുത്താലും കടി തീരാത്ത അത്രയും ആളുകളെ പറ്റി പറയാം. ഫിത്തിന പറഞ്ഞുകൊണ്ടിരിക്കണം. ചില ആളുകൾക്ക് അങ്ങനെയാണ്, എന്തെങ്കിലും അറിഞ്ഞാൽ അത് മറ്റുള്ളവരടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം ഉണ്ടാവില്ല. ഒരു മഹാൻ പറഞ്ഞു, എനിക്ക് ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ ഞാൻ നാട്ടുകാരെ മൊത്തം വിളിച്ചുകൂട്ടി എൻ്റെ വാപ്പായെ പറ്റി അങ്ങ് പറയും. എൻ്റെ വാപ്പ അങ്ങനത്തോനാണ്, എൻ്റെ ഉമ്മ അങ്ങനത്തോളാണ് എന്ന് പറയും. അപ്പോൾ ആരോ ചോദിച്ച്, എന്ത് ചെയ്തു ആ പാവപ്പെട്ട കിളവനും കിളവിയും? നിന്നെ പെറ്റു എന്നല്ലാതെ വേറൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എടാ, എൻ്റെ അമലുകൾ ഞാൻ ആരെപ്പറ്റി പറയുന്നോ അവർക്ക് കൊടുക്കുമെന്നല്ലേ അള്ളാൻ്റെ റസൂല് പറഞ്ഞത്. തികയാതെ വന്ന അവരുടെ തെറ്റുകൾ മുഴുവനും എനിക്ക് തരുമെന്നല്ലേ ഞാൻ കഷ്ടപ്പെട്ട് നിസ്കരിച്ചത്, ഞാൻ 8 ലക്ഷം കൊടുത്ത് ചെയ്ത ഹജ്ജ്, ഞാൻ സക്കാത്ത് കൊടുത്തത്, ഞാൻ പട്ടിണി കിടന്നുണ്ടാക്കിയ നോമ്പ് എന്തിന് നാട്ടുകാർക്ക് കൊടുക്കണം? കിട്ടുന്നെങ്കിൽ വാപ്പാക്ക് തന്നെ ഇരിക്കട്ടെ. ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എൻ്റെ വാപ്പാക്ക് ഇരിക്കട്ടെ. എൻ്റെ അമല് വെളിയിൽ പോകണം എന്തിനാ? വീട്ടിൽ വാപ്പാക്ക് തന്നെ കയറട്ടെ. ചെറിയ കാര്യമല്ല. നമ്മളോട് എന്ത് കാണിക്കുന്നു അതുപോലെ നമ്മൾ തിരിച്ചു ചെയ്യരുത്. ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, അള്ളാഹുവിനെ പോലെ നമ്മളാകണം. അള്ളാഹുവിൻ്റെ സ്വഭാവം അലി റളിയല്ലാഹു പറയുന്നുണ്ട്, അള്ളാൻ്റെ ശൈലിയും നബിതങ്ങളുടെ ശൈലിയും അതുപോലെ തന്നെ ഔലിയാക്കളുടെ ശൈലിയും ഇത് ഒരു മനുഷ്യനുണ്ടാകണമെന്നാണ്. അള്ളാൻ്റെ ശൈലി എന്താണെന്നറിയോ? എന്താ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവേ എനിക്കൊരു ഉപകാരം ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാമിനോട് മൂസാ നബി അള്ളാഹുവിനോട് പറയാ, എനിക്കൊരു ഒരു 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 അനുഗ്രഹം വേണം. എന്താണ്? എന്നെപ്പറ്റി ആരും ഒന്നും പറയരുത്, മോശമായി ഒന്നും എന്നെപ്പറ്റി ആരും പറയാൻ പാടില്ല. അള്ളാഹു മൂസാ നബിയുടെ അടുത്ത് പറഞ്ഞു, മൂസ, ഞാനത് എനിക്ക് പോലും ആക്കിയിട്ടില്ല. ഞാൻ ഇത്രയും ആഹാരം കൊടുത്തു, എല്ലാം കൊടുത്ത്, ചോദിക്കുന്നതും അതിനപ്പുറവും കൊടുത്ത്, എന്നിട്ടും അവർ പറയുന്നുണ്ടോ എൻ്റെ പെമ്മക്കളാണ് മലക്കുകളെന്ന്, എനിക്ക് മക്കളുണ്ടെന്ന്. ഞാൻ അവരൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് പടച്ചോന് പോലും പഴി കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇല്ലാത്ത നിങ്ങൾക്കൊരു പക്ഷേ പ്രായമുള്ളവർക്കൊന്നും അറിയണമെന്നില്ല. സോഷ്യൽ മീഡിയ തുറക്കാതിരിക്കലാണ് നല്ലത്. ഓരോ വിവരദോഷികൾ അള്ളാഹുവിനെ പറ്റി പറയുന്നത്, റസൂലിനെ പറ്റി പറയുന്നത്, അവരെ കയ്യാമം വയ്ക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനും നമുക്ക് നിയമങ്ങളില്ല. മറിച്ച് പള്ളിയിലൊരു മുസ്ലിയാർ അറിയാതെ എങ്ങാനും ഒന്ന് തുമ്മിപ്പോയാൽ തീർന്നു. അതാണ് ലോകം, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജനങ്ങളോട് ഇടപെടുന്ന വിഷയം എങ്ങനെയാണ്? തീരുന്നില്ല. സൂറത്തുൻ നിസായിൽ അല്ലാഹു പറയുന്നുണ്ട്, നീ ഒരാളെ കാണുമ്പോ സലാം പറഞ്ഞാൽ ആ സലാം നിന്നോടാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് മടക്കേണ്ടതെന്നറിയോ? അവൻ എൻ്റെ സംഘടനക്കാരനല്ല, എൻ്റെ സംഘടനയെ പോലെയല്ല, എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനല്ല എന്ന് പറഞ്ഞവനെ ഒഴിവാക്കലല്ല. വഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദുഹാ. അല്ല പറയുകയാണ്, നിന്നോടൊരാൾ അഭിവാദനം നടത്തിയാൽ ആ അഭിവാദനത്തിന് പ്രത്യുപവാദനം നടത്തേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ബി അഹ്സന മിൻഹാ, അവൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നീ പറയണം വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. അവൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാലോ നീ മടക്കണം വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരണം അല്ലാഹു പറഞ്ഞു, ഇങ്ങോട്ട് പറയുന്നത് പോലെയല്ല, അങ്ങോട്ട് അല്പം കൂടി, ഒരു പടി കൂടി മുന്നിൽ നിന്നുകൊണ്ട് പറയണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. പറയുന്നതിന് അള്ളാഹു താല സലാം പറഞ്ഞ് മടക്കുന്നതിന് 100 പുണ്യമാണ്. പറയുന്നതിന് എത്ര? 90. മടക്കുന്നതിന് 10. മനസ്സിലാവുന്നുണ്ടോ? സലാം പറഞ്ഞാൽ അങ്ങോട്ട് നടന്നു പോയപ്പോൾ ഒരു മുസ്ലിമിനെ കണ്ട് അസ്സലാമു അലൈക്കും പറയൽ സുന്നത്തേ ഉള്ളൂ, പക്ഷെ പ്രതിഫലം 90. മടക്കല് നിർബന്ധം, പക്ഷെ പ്രതിഫലം 10. സാധാരണ 90 ഫർളിനും 10 സുന്നത്തിനും അല്ല കിട്ടേണ്ടത്. എന്താ തിരിഞ്ഞു പോയെന്നറിയോ? പറയൽ സുന്നത്തും
മടക്കൽ നിർബന്ധമാവാനുള്ള കാരണം എന്താ? പഠിച്ചോളി. അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അങ്ങോട്ട് സലാം പറയൽ സുന്നത്ത്, കിട്ടുന്ന പ്രതിഫലം 90. മടക്കൽ നിർബന്ധം, കിട്ടുന്നത് 10. എന്താ അങ്ങോട്ട് പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധമായുള്ള കാരണം? അള്ളാഹു അർശിനെ പടച്ചു. അർശിൽ അള്ളാഹു ഉപവിഷ്ടനായി. അള്ളാഹു അർശിൽ കുർസിൽ ഉപവിട്ടനായി. ലൗഹം എന്ന് പറയുന്ന പ്രവിശാലമായ അള്ളാഹുവിൻ്റെ പടപ്പിനോട് കലമിനെ കൊണ്ട് അള്ളാഹു 1-ാം കലിമ എഴുതിപ്പിച്ചു. ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാ. സ്വലാത്ത് വാർഷികമല്ലേ? പഠിച്ചു വെച്ചോ. നമ്മുടെ കാതുകളിൽ, നമ്മുടെ കർണപുടങ്ങളിൽ ഏത് സലാത്ത് മജ്ലിസ് വന്നാലും ഇത് അലയടിക്കണം. 1-ാം കലിമ എഴുതാൻ കലമിനോട് അള്ളാഹു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് എഴുതി. കലം പണി നിർത്തിയപ്പോൾ അള്ളാഹ് പറഞ്ഞു തീർന്നില്ല, 2-ാം കലിമ കൂടി എഴുതാൻ. നമ്മളറിയാതെ പള്ളിയുടെ ഡോറിൽ അല്ലാ എന്ന് ഒരു ഡോറിൽ എഴുതിയാൽ അടുത്ത ഡോറിൽ എന്തെന്ന് എഴുതും? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കലം എഴുതി ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി തീർന്നപ്പോൾ കലമിനോട് അല്ലാഹ് പറയുന്നു തീർന്നില്ല, എഴുതി 2-ാം കലിമ മുഹമ്മദുർ റസൂലുള്ളാഹ്. കലം ലൗഹിൽ എഴുതി മുഹമ്മദുർ റസൂലുള്ളാഹ്. എഴുതി തീർന്നിട്ട് പടച്ചവനോട് ചോദിച്ചു കലം, അല്ലാഹുവേ ആരായി മുഹമ്മദുർ റസൂലുള്ളാഹ്? അന്ന് അബ്ദുള്ളയില്ല, ആമിനയില്ല, അബ്ദുൽ മുത്തലിബില്ല, ഖുസയില്ല, കിലാബില്ല. പ്രിയപ്പെട്ടവരെ, ആദൻ നബി പോലുമില്ല, മനുഷ്യരാരുമില്ല. അല്ലാഹു അതാ കലമിനോട് പറഞ്ഞു കലമേ, നീ പോലെ സൃഷ്ടിക്കപ്പെടാ കാരണമാ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ ഒളിയില്ലായിരുന്നെങ്കിൽ കലമേ നീ പോലെ സൃഷ്ടിക്കപ്പെടില്ല. ആ സമയത്ത് കലമ ഉറക്കെ പറഞ്ഞു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂല് ആമിന ബീവിയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. പക്ഷേ അള്ളാന്റെ മുത്തിന്റെ ഒളി അല്ലാഹ് പടച്ചിട്ടുണ്ട്. ആ ഒളി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം അല്ലാഹ് സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ കലമേ നിന്നെ പോലും ഞാൻ പടക്കില്ല. കലമ സലാം പറഞ്ഞു. പക്ഷെ സലാം മടക്കാൻ ആമിനയുടെ തങ്കക്കുടമില്ല, അബ്ദുള്ളയുടെ പൊന്നുമോനില്ല. നമ്മുടെ വികാരമേ, വിചാരമേ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയേ, ഹൃദയത്തിന്റെ തുടിപ്പ്, നമ്മുടെ സർവസ്വമേ, നമ്മുടെ രോമാഞ്ചമേ, നമ്മുടെ വികാരമേ, നമ്മുടെ എല്ലാം നബി മുഹമ്മദ് മുസ്തഫ. ആരെതിർത്താലും നമ്മുടെ നായകൻ മുഹമ്മദ് മുസ്തഫ. ഏവൻ എന്തെല്ലാം കുത്തിക്കുറിച്ചാലും നമ്മുടെ വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളില് കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഹൃദയത്തിന്റെ ഉള്ളറകളില് ഒരു മുട്ടിയുടെ വലിപ്പമുള്ള വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളില് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ ഒരാൾക്കും അടർത്തി മാറ്റാൻ കഴിയില്ല. ലോകത്തൊരു ശക്തികൾക്കും അറുത്തു മാറ്റാൻ കഴിയില്ല. ലോകത്തൊരു ജീവികൾക്കും അതിൽ നിന്ന് തള്ളി മാറ്റാൻ കഴിയില്ല. ആ നിലയിൽ നമ്മുടെ വാരിയല്ലിന്റെ അകത്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ രഹസ്യം, നമ്മുടെ എല്ലാം നമ്മുടെ രോമാഞ്ചം, നമ്മുടെ വികാരം, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പുണ്യ പ്രവാചകന് അന്ന് മറുപടി കൊടുക്കാൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് കലമിന് മറുപടി കൊടുത്തു അല്ലാഹ്. കലമിന് അല്ലാഹ് മറുപടി കൊടുത്തു, ഓ കലമേ വഅലൈക്കസ്സലാം. എന്റെ റസൂലിന് സലാം പറഞ്ഞ കലമേ, മടക്കാൻ എന്റെ മുത്തില്ല, എന്റെ ഹബീബില്ല, എന്റെ റസൂലില്ല, ഞാൻ സൃഷ്ടിച്ച എന്റെ ഒളിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ മടക്കാം. വഅലൈക്കസ്സലാം. കലമിന് അല്ലാഹു സലാം മടക്കി. ആദ്യം സലാം പറഞ്ഞത് സൃഷ്ടി കലം. ആദ്യമായി സലാം മടക്കിയത് സൃഷ്ടാവ് അല്ലാഹ്. സൃഷ്ടി പറഞ്ഞ സലാം സുന്നത്ത്, സൃഷ്ടാവ് പറഞ്ഞ സലാം നിർബന്ധം. അതാണ് സലാം പറയൽ സുന്നത്തേ ഉള്ളൂ. കാരണം ആദ്യമായി സലാം പറഞ്ഞത് സൃഷ്ടിയാൻ കലം. പക്ഷെ ആദ്യം സലാം മടക്കിയത് അല്ലാഹുവാൻ, അതായത് മടക്കൽ നിർബന്ധം. പക്ഷേ എൻ്റെ പ്രതിഫലം അല്ലാഹ് ഇങ്ങനെയാക്കി, 90 പറയുന്നവന്, 10 മടക്കുന്നവന്. മടക്കുന്നത്
വലിയ കാര്യമല്ല. സലാം പറഞ്ഞു അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് അങ്ങ് പോയാൽ മതി. പക്ഷേ സലാം അങ്ങോട്ട് പറയുന്നത് മനസ്സിൽ കടുപ്പമില്ലാത്തവനെ പറ്റൂ. ഒരാളെ കണ്ടു പിണക്കൊന്നുമില്ല, അസ്സലാമു അലൈക്കും, ചെറിയ കാര്യമല്ല, അസ്സലാമു അലൈക്കും. ഞാനൊരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. ചില ആളുകൾക്ക് ചില ആളുകളോട് ഭയങ്കര വെറുപ്പായിരിക്കും, ചില ആളുകൾക്ക് ചില ആളുകളോട് ഭയങ്കര ദേഷ്യമാണ്. എന്താ കാര്യം എന്നറിയോ? ഞാൻ നിങ്ങളെ എനിക്കിപ്പം നിങ്ങളിൽ ചില ആളുകൾ എനിക്ക് ഒരു ഉപദ്രവവും, നമുക്ക് തന്നെ ജീവിതത്തിൽ നോക്കി ഒരാളോട് നമുക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്ത ചില ആളുകൾ, നമ്മൾ തന്നെ ചിന്തിക്കും എന്താടാ അവർക്ക് എന്നോട് നമ്മളോട് ഇത്ര ദേഷ്യം, എന്താ? ഒരു ഉപദ്രവവും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ചിലർക്ക് എത്ര ഉപകാരം ചെയ്തു കൊടുത്താലും നമ്മുടെ സ്നേഹവും കാണൂല. അത് ഹോർമോൺ ചേഞ്ചാണ്, ഹോർമോണിൻ്റെ പ്രശ്നമാണ്. ശാസ്ത്രം കണ്ടെത്തി പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഹോർമോൺ കുത്തിവയ്ക്കുന്നുണ്ട്, സ്നേഹം കൂടാൻ വേണ്ടി ഹോർമോൺ കുത്തിവയ്ക്കുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഹോർമോൺ തമ്മിൽ ബന്ധപ്പെട്ടാൽ മാത്രമേ നമുക്ക് പരസ്പരം മിണ്ടാനും സ്നേഹിക്കാനും കഴിയൂ. അതുകൊണ്ട് ഒരാളെ കണ്ട് അയാളിൽ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചിഷ്ടമുണ്ടാകാൻ വേണ്ടിയിട്ട് ഹോർമോൺ കുത്തിവെക്കുന്ന സമ്പ്രദായമുണ്ടെന്ന് നമ്മുടെ പാശ്ചാത്യൻ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഹോർമോൺ കൈമാറ്റം ചെയ്യാതെ കുത്തിവെക്കാതെ സ്നേഹം പാസ് ചെയ്യാനുള്ള ഒരു വഴി പഠിപ്പിച്ചു. എന്താ? ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ മുഅ്മിനീങ്ങളാകാതെ സ്വർഗം കിട്ടൂല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാതെ നിങ്ങൾ മുഅ്മിനീങ്ങളാവൂല. അഫല അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, അലാ ഷൈഇൻ, ഒരൊറ്റ കാര്യം, ഇതാ ഫഅൽതുമുഹു, നിങ്ങളത് ചെയ്യുമെങ്കിൽ തഹാബബത്തും, ഒരു ഇഞ്ചക്ഷനും വേണ്ട, ഒരു ഹോർമോൺ കൈമാറ്റവും വേണ്ട, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടും. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താ? അഫ്ഷുസ്സലാം, സലാം പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് വഴിയെ പോകുമ്പോൾ ഒരു പെണ്ണിങ്ങോട്ട് വരുന്നു, അവളോട് സലാം പറയേ ഹറാം. എന്താ കാര്യം? നീ സലാം പറഞ്ഞാൽ അവൾ വീഴും, ഉറപ്പാ. എന്ന് പറഞ്ഞാൽ സലാം പറയാൻ നടക്കൊന്നും വേണ്ട. പിന്നെ ചില ആളുകളുണ്ട് 2 മണിക്കൂർ കവിതാക്കൾ സംസാരിച്ചിട്ട് രാത്രി ഫുള്ള് ഫോൺ വിളിച്ചിട്ട് സുബൈര സമയം വെക്കട്ടെ, അസ്സലാമു അലൈക്കും, സലാം പറയരുത്. അന്യ പെണ്ണുങ്ങൾ സലാം പറയാൻ പാടില്ല. ഈ 4 മണിക്കൂർ സംസാരിച്ചതിന് കുഴപ്പമൊന്നുമില്ല, അവസാനം സലാം പറയുന്നതിന് മാത്രമേ പ്രശ്നമുള്ളെന്ന് അവർ കണ്ടത്. അങ്ങനെയല്ല, ഒരു സംഘം വരുന്നുണ്ട് സലാം പറയാം, കണ്ടാൽ ആഗ്രഹിക്കാത്ത പ്രായാധിക്യം വന്ന സ്ത്രീകൾ വരുന്നുണ്ട്, കുഴപ്പമില്ല. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും വഴിയിൽ കണ്ടുമുട്ടി, ആരുമില്ല, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തീർന്നു. കാരണം നിങ്ങൾ അറിയാതെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെടും. അതിനുള്ള മാർഗമാണ് അഫല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമുഹു തഹാബബതും. ഒരു ഇഞ്ചക്ഷനും വേണ്ട, ഒരു ഹോർമോൺ കൈമാറ്റവും വേണ്ട, നിങ്ങളിത് ചെയ്യുമെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞത് സലാം പറച്ചില്ല. അതുകൊണ്ട് ഒരാളുടെ ഇഷ്ടം, അതുകൊണ്ടാണ് സംഘടനക്കാർ തമ്മിൽ സലാം പറയാത്തത്, അതുകൊണ്ടാണ് പാർട്ടിക്കാർ തമ്മിൽ സലാം പറയാത്തത്. ഇവൻ മറ്റേ പാർട്ടിക്കാരനാണ്, അതുകൊണ്ട് സലാം പറയണ്ട, സ്നേഹം ഉണ്ടാകുമില്ലെങ്കിൽ ഇവൻ പേടിച്ചു പോകും, മറ്റേ പാർട്ടി കയറിപ്പോകുമെന്ന്. അതുകൊണ്ടാണ് സലാം പറയരുതെന്ന് പറയുന്നത്. മുഅ്മിനെ കണ്ട സലാം പറയ്. ആ സലാം എങ്ങനെ പറയണം? നിന്നോട് പറയുന്നതിനേക്കാൾ ഒരിരട്ടി കൂടി നന്മയായി നീ അഹ്സനായി അങ്ങോട്ട് പറയണം. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ട് അള്ളാഹു തന്നതല്ല ഏറ്റവും മെച്ചമാണ്, ഒരു കുറവുമില്ല, എല്ലാം നല്ല മനോഹരമാണ്. അതുകൊണ്ട് അള്ളാഹ് കൊടുക്കുന്നത് മനോഹരമാകണം, പരസ്പരം കൊടുക്കുന്നത് മനോഹരമാകണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു അഹ്സനുൽ ഖാലിഖാൻ, ഏറ്റവും നല്ല സൃഷ്ടാവാൻ. നമ്മളെ ഏറ്റവും മൊഞ്ചിൽ സൃഷ്ടിച്ചു, നമ്മുടെ വീട് ഏറ്റവും മൊഞ്ചാക്കി തന്നു, എല്ലാ നിലയിലും നമ്മളെ അത്ഭുതകരമായി അള്ളാഹു രക്ഷപ്പെടുത്തി. ഈ പടച്ച തമ്പുരാൻ എല്ലാ നിലയിലും നമുക്ക് തന്ന അഹ്സൻ തിരിച്ചു കൊടുക്കുമ്പോഴും ഏറ്റവും നല്ലത് കൊടുക്കണം, പോരാ ജനങ്ങൾക്കും ഏറ്റവും നല്ലത് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ നാളെ സ്വർഗം അല്ലാഹു തരും. ആ സ്വർഗത്തിൽ അള്ളാഹു തരുന്നത്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ഖദ് അഹ്സനല്ലാഹു റിസ്ഖാ. അള്ളാഹു സ്വർഗത്തിൽ തരുന്ന ഭക്ഷണവും അഹ്സനാണ്. അള്ളാഹു അഹ്സനായി പടച്ചു, അള്ളാഹു അഹ്സൻ, നമ്മളും അഹ്സനായി പടയ്ക്കപ്പെട്ടു.
അള്ളാഹ്ക്ക് കൊടുക്കുന്നത് അഹ്സനായ അമല്, ജനങ്ങളോട് ഇടപെടുന്ന ഇടപാടുകളിൽ അഹ്സൻ. എന്നാൽ അള്ളാഹ് നമുക്ക് നാളെ സ്വർഗത്തിൽ തരുന്നത് ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, സ്വർഗത്തിൽ അള്ളാഹു തരുന്ന ഭക്ഷണം ഏറ്റവും മുൻചാണ്. ഇനി ഭക്ഷണം മാത്രമല്ല, അസ്ഹാബുൽ ജന്നതി യൗമഇദിൻ ഖൈറുൻ മുസ്തഖറൻ വഅഹ്സനു മഖീലാ. അള്ളാഹു നമുക്ക് തരുന്ന സ്വർഗം അത് ഏറ്റവും നല്ലാണ്, ഏറ്റവും മുൻപുള്ളതാണ്. കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗമാണ്. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ, അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട. പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നിനക്കുള്ളതൊന്നും അവിടെ നീ അറിയണ്ട. മണിയില്ല റബ്ബേ വാങ്ങുവാ നാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ചൂടാനുള്ള തൗഫീക്ക് നൽകട്ടെ.